ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 26,143 ഓപ്പൺ ചെയ്തതിനു ശേഷം ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,140 എന്ന ലെവലിൽ തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ 26,067 വരെ താഴോട്ടേക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചാർട്ടിൽ കാണുന്നത് 26,000 എന്നുള്ള ആ ഒരു ഏരിയ ഒരു കീ സപ്പോർട്ടായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ 26,050 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, 26,300 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് RSI സൂചിപ്പിക്കുന്നത് 54 എന്ന ലെവൽ, അതായത് അവിടെ ഒരു ഇൻഡിസിഷൻ വളരെ വ്യക്തമാണ്. മാർക്കറ്റ് എങ്ങോട്ടേക്ക് നീങ്ങണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഉടലെടുത്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം വ്യക്തമാവും. അവിടെ ഫിയർ സോണിലേക്ക് പോകണോ അതല്ല ഗ്രീഡ് സോണിലേക്ക് പോകണോ എന്ന കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ കാണാം. ഒരു ബോർഡർ ലൈനാണ് നിൽക്കുന്നത്. അതുപോലെ ഇന്ന് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളും നമ്മൾ പരിശോധിച്ചാൽ 48% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ടും അതേപോലെ ഏകദേശം 48% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റിലുള്ള ഒരു വളറ്റിലിറ്റി ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ്. എസ്പെഷ്യലി നിഫ്റ്റി 50 ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലാണ് കാര്യമായ ഡിക്ലൈൻ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിലും അത് വ്യക്തമാണ്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ടാരിഫ് ഭീഷണികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ പർച്ചേസ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് നമ്മുടെ ഫ്യൂച്ചർ ട്രേഡ് ടോക്കിൽ ഒരു കരിനിഴൽ വീഴ്ത്തിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായി. ഓവറോൾ 3 ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് ഏകദേശം 5.25% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ HDFC ബാങ്കിലും കാര്യമായിട്ടുള്ളൊരു ഫോൾ ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ HDFCയിലെ ഫോളിന് കാരണമായിട്ടുള്ളത് നമുക്കറിയാം, അവിടെ അവർ കൊടുത്തിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് അതിൻ്റെ ഗൈഡൻസിൽ പറയുന്നത് അവരുടെ ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ കാര്യമായിട്ട് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കും ഏകദേശം 4.56% ഡൗൺ ആണ്. എന്നാൽ ഇവിടെ ആശ്വാസകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് റുപ്പി വാല്യൂഷനിൽ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ കാണാം. അവിടെ കുറച്ചുകൂടി റുപ്പി സ്ട്രെങ്തൻ ചെയ്തതായിട്ട് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ അത് 90 മുകളിലായിരുന്നു റുപ്പിയുടെ ഡോളറിനെതിരെയുള്ള വാല്യൂ. അതിപ്പോൾ 90 താഴെ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ സെഗ്മെൻറ്റിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷനിലായിട്ട് കാര്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ സെക്ഷനിൽ ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് കാണാം. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ അവരെ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്തിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് ആണ്. അതിലവർ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് ആയിട്ടുള്ള ജാഗ്വാർ ലാൻഡ് റോവറിൽ അവിടെ ഷാർപ്പായിട്ടുള്ള ഒരു വോളിയം ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ Q3 ഏർണിങ്സിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ടാറ്റ മോട്ടോഴ്സ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇന്ത്യയിലുള്ള റീറ്റെയിൽ സെയിൽസ് ശക്തമായിട്ട് മുന്നോട്ടാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട മേജർ റവന്യൂ വരുന്നത് ജാഗ്വാർ ലാൻഡ് റോവറിലാണ്. അതിൻ്റെ ഹോൾസെയിൽ 43% ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ റീറ്റെയിലാണെങ്കിൽ 25% ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ക്വാർട്ടറിലാണ് അവർ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് അവർ നേരിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രൊഡക്ഷനും ഈ കാർ ഡെലിവറിയും വലിയ തോതിൽ താഴോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വോളിയം ഡ്രോപ്പാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതാണിപ്പോൾ Q3 ഏർണിങ്സിൽ പ്രതിഫലിക്കുക എന്ന് അവർ മുൻകൂറായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഡ്രോപ്പ് മൊത്തത്തിൽ ഓട്ടോ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്ന് കാര്യമായിട്ട് മുന്നേറ്റം നടത്തിയ മറ്റൊരു സെഗ്മെൻറ്റ് നമ്മൾ കാണുന്നത് ജ്വല്ലറി സെഗ്മെൻറ്റിലാണ്. അവിടെ വന്നിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റുകൾ വളരെയധികം എൻകറേജിങ്ങും വളരെയധികം പ്രോമിസിങ്ങുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്വാർട്ടറിൽ ആ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഗോൾഡിൻ്റെ ശക്തമായ സെയിൽസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബിസിനസ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ തങ്കമയിൽ ജ്വല്ലറി, അതേപോലെ സെൻഗോ ഗോൾഡ് പോലെയുള്ള സ്റ്റോക്കുകളിൽ 10% കൂടുതൽ റാലിയാണ് ഇന്ന് നടന്നത്. അതുപോലെ ടൈറ്റാൻ, കല്യാൺ ജ്വല്ലേഴ്സ്, PN ഗാഡ്ഗിൽ, PC ജ്വല്ലേഴ്സ്, സ്കൈ ഗോൾഡ് പോലെയുള്ള ജ്വല്ലറി സ്റ്റോക്കുകളിലും 4% മുതൽ 5% വരെയുള്ള റാലി നടന്നതായിട്ട് കാണാം. ഇതുകൂടാതെ ഈത്തോസ്, ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി പോലെയുള്ള സ്റ്റോക്കുകളിലും ഒരു മുന്നേറ്റം പ്രകടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് Q3യിൽ കാര്യമായിട്ടുള്ള ശക്തമായ റിസൾട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റായി ജ്വല്ലറി സെഗ്മെൻറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാൺ ജ്വല്ലേഴ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും വീണ്ടും ഫോക്കസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കാര്യമായ മുന്നേറ്റം നടത്തിയത് IT സെഗ്മെൻറ്റും കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെൻറ്റുമാണ്. അപ്പോൾ IT സെഗ്മെൻറ്റിലുള്ള മുന്നേറ്റത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ചാലകശക്തിയായിട്ട് നിന്നിട്ടുള്ളത് ടാറ്റ എൽഎക്സിയിൽ വന്നിട്ടുള്ള ബ്രോക്കറേജ് കമൻറ്റുകളാണ്. ടാറ്റ എൽഎക്സിന്ന് ഏകദേശം 10% റാലി നടന്നതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ 2024 ഓഗസ്റ്റിന് ശേഷം ടാറ്റ എൽഎക്സിയിൽ നടക്കുന്ന ഏറ്റവും വലിയ സിംഗിൾ ഡേ ഗെയിനാണിത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മൂവിന് കാരണമായിട്ടുള്ളത് JP മോർഗൻ ഈ ടാറ്റ എൽഎക്സി സ്റ്റോക്കിനെ അവരുടെ അണ്ടർ വെയ്റ്റ് എന്നുള്ള ആ ഒരു സ്റ്റാൻസിൽ നിന്നും ഇപ്പോൾ ന്യൂട്രൽ എന്നുള്ള സ്റ്റാൻസിലേക്ക് അവരുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുകയാണ്.
JP മോർഗൻ ഈ സ്റ്റോക്കിലുണ്ടായിരുന്ന ടാർഗറ്റ് ഇതിനു മുമ്പ് 4000 മാത്രമായിരുന്നു. അതാണ് ഇപ്പോൾ 4800 ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 17% താഴെയാണ് ഇപ്പോഴും JP മോർഗൻ ഇതിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ്. ഇപ്പോൾ JP മോർഗൻ പറയുന്നത് ഇവരുടെ റവന്യൂ എസ്റ്റിമേറ്റ്, അതായത് 2026 2028 കാലയളവിൽ ഏകദേശം 1% മുതൽ 4% മാത്രമുള്ള ഒരു മാർജിനെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും റവന്യൂ അപ്ഗ്രേഡ് ഉണ്ടാവും എന്നുള്ളതിന് കാരണമായിട്ട് അവർ പറയുന്നത് ER&D അഥവാ എഞ്ചിനീയറിംഗ് റിസർച്ച് ഡിമാൻഡ് പ്രത്യേകിച്ച് ഓട്ടോ സെഗ്മെൻറ്റിൽ ശക്തമായിട്ട് വളർന്നു വരികയാണ്. അത് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലാണ് ഇതിൻ്റെ വളർച്ച. അപ്പോൾ ടാറ്റ എലക്സിയുടെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയൻ. ടാറ്റ എലക്സി കഴിഞ്ഞ വർഷം 19% താഴേക്ക് പോയ സ്റ്റോക്കാണ്. നിഫ്റ്റി IT ഇൻഡെക്സ് 14% പോയപ്പോൾ അതിലും വലിയൊരു അണ്ടർ പെർഫോമിംഗ് ആണ് 19% താഴേക്ക് പോയിക്കൊണ്ട് ടാറ്റ എലക്സി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഓട്ടോ സെഗ്മെൻറ്റിൽ ഇത്തരത്തിലുള്ള IT ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അവിടെ ടാറ്റ എലക്സിയുടെ വരുമാനം എന്ന് പറയുന്നത് 55% ഈ ഓട്ടോ സെഗ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവരെക്കാൾ മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കുന്നത് ടാറ്റ ടെക്നോളജീസിൽ 82%, അതുപോലെ KPIT ടെക്നോളജീസിൽ 100% ഈ ഒരു ഓട്ടോ സെഗ്മെൻറ്റിൻ്റെ ഈ ER&D ഡിവിഷനിൽ നിന്നും കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ടാറ്റ എലക്സിയുടെ PE റേഷ്യോ നമ്മൾ ടാറ്റ ടെക്നോളജിയായിട്ട് KPIT കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് ടാറ്റ എലക്സി നിൽക്കുന്നത്. ഇന്ന് ടാറ്റ എലക്സി 10% മുന്നേറിയപ്പോൾ ടാറ്റ ടെക്നോളജിയും 5% കൂടുതൽ റാലി നടന്നു. അതുപോലെ KPIT ടെക്നോളജീസിലും 6% കൂടുതൽ റാലി നടന്നതായിട്ട് കാണാം. ഇപ്പോൾ നിലവിൽ നമ്മൾ എലക്സിയുടെ PE റേഷ്യോ കാണുന്നത് 54 എന്ന ലെവലാണ്. എന്നാൽ ടാറ്റ ടെക്നോളജിയുടേത് 40-ഉം KPITയുടേത് 43-ഉമാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് KPIT ടാറ്റ ടെക്നോളജിയും നിൽക്കുന്നത്. പക്ഷേ ഇവിടെ JP മോർഗൻ്റെ ഈ ഒരു കമൻട്രിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, നിലവിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ സ്റ്റോക്കുകൾ ഇനിയും താഴോട്ടേക്ക് പോവുകയില്ല, അല്ലെങ്കിൽ അവിടെ ഡൗൺ സൈഡ് ലിമിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായൊരു കാര്യം. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വരുന്ന 9-ാം തീയതി മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു IPO കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് അഥവാ BCCL, ഈ 1972 രൂപം കണ്ട ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും കോക്കിംഗ് കോൾ, നോൺ കോക്കിംഗ് കോൾ, വാസ്റ്റ് കോൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ഇത് കോൾ ഇന്ത്യയുടെ ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനിയാണ്. ഈ സബ്സിഡിയറി കമ്പനിയുടെ IPO ആണ് വരുന്നത്. ഇപ്പോൾ കോക്കിംഗ് കോൾ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേര് മെറ്റലർജിക്കൽ കോൾ എന്നാണ്. അപ്പോൾ ഇത് കോക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ്. ഇപ്പോൾ കോക്ക് എന്ന് പറയുന്നത് അയൺ അതുപോലെ സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ബ്ലാസ്റ്റ് ഫർണസിൽ ഫ്യൂവൽ ആൻഡ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ്. കൂടാതെ കൺസ്ട്രക്ഷൻ മേഖലയിലും ട്രാൻസ്പോർട്ട് അപ്ലയൻസിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്കും ഇതിൻ്റെ IPO വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ 9 മുതൽ 13-ാം തീയതി വരെയാണ് ഇതിൻ്റെ IPO വരുന്നത്. പ്രൈസ് ബാൻഡ് വളരെ ആകർഷകമാണ്. 21 രൂപ മുതൽ 23 രൂപ വരെയുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ് IPO വരുന്നത്. 1071 കോടിയുടെ ഒരു IPO ആണ്. ഇത് മറ്റൊരു കാര്യം, ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ ക്വാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൾ ഇന്ത്യയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ IPO ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ലൈൻ അഥവാ റവന്യൂ സെഗ്മെൻറ്റിലുള്ള ആ ഒരു ടോപ്പ് ലൈൻ ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ പ്രോഫിറ്റ് സൈഡ് അഥവാ ബോട്ടം സൈഡിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതത്ര കൺസിസ്റ്റൻ്റ് അല്ല. അതായത് സ്ഥിരമായിട്ടുള്ള ആ ഒരു ലാഭം ഉണ്ടാക്കുന്നതിൽ പലപ്പോഴും ഈ സ്റ്റോക്ക് പരാജയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു ബിസിനസ് സെഗ്മെൻറ്റ് അതിൻ്റെ ഫ്യൂച്ചർ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതിൻ്റെ ഷോർട്ട് ടേം വളറ്റിലിറ്റി വളരെ ഹൈ ആയിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് വരാൻ പോകുന്ന ബഡ്ജറ്റാണ്. അപ്പോൾ ആ യൂണിയൻ ബഡ്ജറ്റിൽ നമുക്കറിയാം അവിടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും വലിയ തോതിലുള്ള അലോക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അലോക്കേഷൻ വരുന്ന സാധ്യതയുള്ള സെഗ്മെൻറ്റിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ PSU സെക്ടറുകളാണ്. അപ്പോൾ PSU സെക്ടറിലുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 വീക്ക് ആ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വോളിയം വർധനവും അപ്പോൾ അതിൻ്റെ ആ ഒരു റിട്ടേൺസും ഒക്കെ സൂചിപ്പിക്കുന്നത് അവിടെ ശക്തമായ ഫോക്കസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈനിങ് സെക്ടറിൽ നമുക്ക് കാണുന്നത് NMDC, സെയിൽ, കോൾ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകളാണ്. അതുപോലെ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ IRFC, REC അതുപോലെ PFC പോലെയുള്ള സ്റ്റോക്കുകളാണ്. കൂടാതെ ബാങ്കിങ് മേൽ ബാങ്ക് ഓഫ് ബറോഡ, SBI അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളാണ്. അതുപോലെ ഡിഫൻസ് സെഗ്മെൻറ്റിൽ മസഗോൺ ഡോക്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലെയുള്ള സ്റ്റോക്കുകൾ ഇവിടെയൊക്കെ കഴിഞ്ഞ 1 വീക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ട് കാണാം. അതുപോലെ പവർ സെഗ്മെൻറ്റിലുള്ള NTPC, NHPC പോലെയുള്ള സ്റ്റോക്കുകളിലും
ഈ മുന്നേറ്റം പ്രകടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള PSU സ്റ്റോക്കുകൾ ഈ ബജറ്റിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഷോർട്ട് ടേമിൽ ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കുകളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി പങ്കുവെച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.